കലാരാജുവിനെ കാര്യങ്ങൾ പറഞ്ഞ് വാഹനത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകരാണ് അതിന് വിഘാതം നിന്ന് ഈ ബലപ്രയോഗം നടത്തിയത് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് അരുൺകുമാർ പറയുന്നത്. കലാരാജു പറഞ്ഞ കാര്യമല്ല ഞാൻ പറയുന്നത്. പിന്നീട് വൈകുന്നേരം 4 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം കോൺഗ്രസ് ഉണ്ടാക്കിയ നാടകമാണ് ഇത് മുഴുവൻ എന്നാണ് CPM ആരോപണം. അതായത് ഒരു സാമാന്യ യുക്തിയെ ബോധത്തെ ചോദ്യം ചെയ്യരുത്. അത് എനിക്കിപ്പോൾ ശ്രീ കെ എസ് അരുൺകുമാറിന് ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് അറിയാവുന്ന ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം ഇത് അഫക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി വന്ന് പറയുന്നതാണ് അപ്പുറവശത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ അഫക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി ഇനിയിപ്പോൾ ശ്രീ കെ എസ് അരുൺകുമാർ പറഞ്ഞ പോലെ CHSയിൽ അവിടെ മെഡിക്കൽ പരിരക്ഷയ്ക്ക് വേണ്ടി ചെന്നല്ലോ. അപ്പോൾ പോലീസിനൊരു FIR സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നല്ലോ. എന്നാൽ സാർ ആ FIR സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ചു നോക്കണം സാർ. ആ FIR സ്റ്റേറ്റ്മെൻറ്റിൽ ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ ഈ പറഞ്ഞ ഡോക്ടർമാർ അവിടെ വന്ന് പരിശോധിക്കുമ്പോൾ തന്നെ പോലീസ് ചെന്നെടുത്ത FIR സ്റ്റേറ്റ്മെൻറ്റിൽ ഈ കാര്യം മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഞങ്ങളാരും അവിടെ ഇല്ലല്ലോ. നിങ്ങളുടെ 2 കൗൺസിലർമാർ പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോഴാണ് ആ FIR സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു തുടങ്ങിയത്. അത് ശ്രീ അരുൺകുമാറിന് അറിയില്ലായിരിക്കും. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ശ്രീ അരുൺകുമാർ ഈ വിഷയമുണ്ടാകുമ്പോൾ ഞാനോ ഇല്ലെങ്കിൽ ശ്രീ മുഹമ്മദ് ഷിയാസോ ഇല്ലെങ്കിൽ ശ്രീ മാത്യു കുഴൽനാടനോ ആ മുനിസിപ്പാലിറ്റിയുടെ ഏരിയയിൽ എവിടെയെങ്കിലുമുള്ള ഒരു വിഷ്വൽ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ഞങ്ങൾ വന്നത് എപ്പോഴാണ്? കലാരാജു എന്ന കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ വിവരമറിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തി. പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഉപരോധം തീർത്തു. കലാരാജു എന്ന കൗൺസിലറെ കൊണ്ടെത്തിക്കാതെ ഞങ്ങൾ ഉപരോധം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞു. സ്ഥലം MLA ആയ അനൂപ് ജേക്കബ് ഉണ്ടായിരുന്നു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് വന്നു. അവിടെ തന്നെ കലാരാജുവിൻ്റെ 2 മക്കൾ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം CPM പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി കൊടുത്തു. ആ പരാതിയിന്മേൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ വന്നപ്പോൾ ആ 2 മക്കൾ ആ ജൂറിസ്ഡിക്ഷനായ കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് വന്ന് പരാതി എഴുതി കൊടുത്തു. ASPയും DYSPയും അടക്കമുള്ള ഉദ്യോഗസ്ഥരവിടെ ഉണ്ടായിരുന്നു. ഇവർ പോയത് ഒരു സർക്കാർ വാഹനത്തിലാണ്, മുനിസിപ്പാലിറ്റിയുടെ വാഹനത്തിൽ. ആ വാഹനം UDF പ്രവർത്തകർ ട്രേസ് ചെയ്തു കൊടുത്തു. പോലീസ് കസ്റ്റഡിയിലെടുത്തില്ല. ആ വാഹനം ഓടിച്ച വ്യക്തിയെ UDF പ്രവർത്തകർ പോലീസിന്റെ കയ്യിൽ പിടിച്ചു കൊടുത്തു. പോലീസ് അറസ്റ്റ് ചെയ്തില്ല. ഈ കലാരാജു വൈകുന്നേരം 3 മണിക്ക് മക്കളുടെ ഫോണിൽ വിളിച്ച് ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് എന്ന് പറഞ്ഞ് ബലം പ്രയോഗത്തിലൂടെ ഏരിയ സെക്രട്ടറിയുടെ ഫോണിൽ നിന്ന് വിളിപ്പിച്ചു. മക്കളോട് അങ്ങ് ചെല്ലാൻ പറഞ്ഞു, കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞു. മക്കൾ പറഞ്ഞു, ഞങ്ങളുടെ അമ്മയെ എന്തിന് ഇങ്ങനെ മർദ്ദിച്ചു, അതിന് ഉത്തരം വേണമെന്ന് പറഞ്ഞു. അവസാനം ഒരു രക്ഷയുമില്ലാതെ വന്നപ്പോൾ നിങ്ങൾ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയതാണ് കലാരാജുവിനെ. പിന്നെ അവർ പരാതി പറഞ്ഞല്ലോ എന്നാ പറയുന്നത്. 6 മണിക്കൂറായി ഇതുപോലെ ഒരു ഗൂഢസംഘം, ഇതുപോലെ ഒരു അക്രമി സംഘത്തിന്റെ അധീനതയിൽ ഇരിക്കുന്ന വ്യക്തി അവരുടെ മുമ്പിൽ വെച്ച് എന്ത് പരാതി പറയും? ഒരു സ്ത്രീയല്ലേ? അവർ നേരിട്ട വൈഷമ്യത്തെക്കുറിച്ച് അവർ പറഞ്ഞില്ലേ? അവരെ വസ്ത്രാക്ഷാപം നേരിട്ടെന്ന് പറഞ്ഞില്ലേ? അവരെ ആക്രമിച്ച രീതിയെക്കുറിച്ച് പറഞ്ഞില്ലേ? അങ്ങനെ ഒരു സ്ത്രീ വന്ന് 6 മണിക്കൂർ ഒരു കിഡ്നാപ്പ് ചെയ്ത അവസ്ഥയിൽ അവരെന്ത് പറയും? ആ പത്രക്കാരുടെ മുമ്പിൽ വെച്ച്, ഇവരുടെ മുമ്പിൽ, ഈ കാട്ടാള സംഘത്തിന്റെ മുമ്പിൽ വെച്ച് എന്ത് പറയുമെന്നാ പറയുന്നത്? അപ്പോൾ വളരെ കൃത്യമാണ് അരുൺകുമാർ. ഉരുണ്ട് കിടന്ന് മറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കിഡ്നാപ്പിംഗ് കേസ് രജിസ്റ്റർ ചെയ്തല്ലോ. മക്കളുടെ പരാതിയിൽ ആരാ ഒന്നാം പ്രതി? ഏരിയ സെക്രട്ടറിയല്ലേ ഒന്നാം പ്രതി? ആരൊക്കെയാ പ്രതികൾ? ചെയർമാൻ, നിങ്ങൾ ആദ്യം പറഞ്ഞില്ലേ, ആ ചെയർമാൻ പ്രതിയാണ്, വൈസ് ചെയർമാൻ പ്രതിയാണ്, ലോക്കൽ സെക്രട്ടറി പ്രതിയാണ്, കിഡ്നാപ്പിംഗ് കേസിൽ പ്രതിയാ. ഒരു സംശയം വേണ്ട. ഇത് അരുൺകുമാർ കേൾക്കാൻ വേണ്ടി കൂടി പറയുക. നിങ്ങൾ ഓർഡർ ഇട്ട് കൊടുത്ത മൂവാറ്റുപുഴ DYSP അടക്കമുള്ളവരുണ്ടല്ലോ, അവന്റെ ഒക്കെ തൊപ്പി തെറിക്കും. ഒരു സംശയം വേണ്ട. 164 സ്റ്റേറ്റ്മെന്റും കൊടുക്കും. ഈ കിഡ്നാപ്പിങ്ങിന് നേതൃത്വം കൊടുത്ത് സഹായം കൊടുത്ത DYSP CI അടക്കമുള്ളവർ അവന്റെ ഒക്കെ തൊപ്പി തെറിക്കും.